സോ 2 ആഴ്ചയായിട്ട് വീഡിയോസൊന്നും വീക്ക്ലി റിവ്യൂ ആയിട്ടൊന്നും ഇടുന്നില്ലായിരുന്നു. സോറി, എനിക്ക് കുറച്ച് വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് സൗണ്ടൊക്കെ ഇച്ചിരി മാറിയിരിക്കുന്നത്. ബട്ട് എനിവേസ് വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് എല്ലാ ആഴ്ച അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യാൻ ഓർത്തു. ഈ ആഴ്ച ഞാൻ റെഡിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ എനിക്ക് പച്ചയായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം, ആ ട്രേഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഈ ആഴ്ച അധികം ട്രേഡ്സ് ഒന്നും എടുത്തില്ല. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നമ്മൾ ട്രേഡ് എടുത്തില്ല. ആൻഡ് തേഴ്സ്ഡേ മാത്രമേ ഉള്ളായിരുന്നു. ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നു. സോ അന്ന് ട്രേഡൊന്നും കിട്ടിയില്ല. ബട്ട് ഓവറോൾ കുഴപ്പമില്ലാത്തൊരു വീക്കായിരുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, കുറേ പഠിക്കാനുണ്ടായിരുന്നു. റൂൾസ് ആയിട്ടൊന്നും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു എൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ആയിരുന്നില്ല കുറച്ച് പോയത്. നമുക്ക് കുറച്ച് കറക്ഷനൊക്കെ വരുത്താനുണ്ട്. സോ അധികം ഡ്രാഗ് ചെയ്യുന്നില്ല. ഞാൻ ആ വീഡിയോസ് നമ്മുടെ PNL ആദ്യം കാണിക്കാം, ഈ ആഴ്ചത്തെ. ആൻഡ് ഓരോ ട്രേഡ്സിനകത്തോടെ ജസ്റ്റ് ഒന്ന് പോകാം. ആൻഡ് ഓൾസോ മിസ് ചെയ്ത ലാസ്റ്റത്തെ ആ ട്രേഡും കൂടി ഞാൻ കാണിച്ചത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു 400 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ 200 പിപ്പ് നമുക്ക് എടുക്കാവുന്നേ ഉള്ളായിരുന്നു. സോ ശരിക്കും ഈ വീക്ക് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. ആ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഈ ആഴ്ച റെഡിൽ ക്ലോസ് ചെയ്തല്ലായിരുന്നു. ഈ പ്രാവശ്യവും ഈ ആഴ്ചയും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തേനെ. ആൻഡ് ഓൾസോ അടുത്ത ആഴ്ചത്തേന് ഞാൻ വേറൊരു പ്ലാനും കൂടെ ആക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്കും 5Kയുടെയും 10Kയുടെ അക്കൗണ്ട് സൈമൾട്ടേനിയസ്ലി ആൾട്ടർനേറ്റീവായിട്ട് ട്രേഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ലണ്ടൻ സെഷൻ 5Kയുടെ അക്കൗണ്ടിലും 10Kയുടെ അക്കൗണ്ട് ന്യൂയോർക്ക് സെഷനിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പം റിസ്ക് രണ്ടിനകത്തും വ്യത്യാസമുണ്ട്. സോ ഞാൻ എന്നാൽ 5K മാത്രം ഇനി റൺ ചെയ്ത് അത് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 10Kക്കകത്തോട്ട് പോകാം ഒരേ റിസ്കിൽ. അപ്പം ഒരു വ്യത്യാസം വരില്ലല്ലോ, അങ്ങനെ ഒരു സ്കീമിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ പോവാണ്. സോ അടുത്ത ആഴ്ച നമ്മൾ 5Kയുടെ അക്കൗണ്ട് മാത്രമായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 5Kയുടെ അക്കൗണ്ട് ഒരു 1.46% അപ്പാണ്. ബാക്കിയും കൂടെ അത് പുഷ് ചെയ്യണം ആ അക്കൗണ്ട്. സോ അതായിരിക്കും ആദ്യത്തെ പർപ്പസ് ഈ ആഴ്ച, വരുന്ന ആഴ്ച. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച നമുക്ക് ആക്ച്വലി NFPയും കൂടെ ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കലണ്ടർ ഞാൻ ഒന്നുകൂടെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ആഴ്ചയും ചിലപ്പം 5Kയുടെ അക്കൗണ്ട് തന്നെ ആയിരിക്കും. എന്നിട്ട് NFP കഴിഞ്ഞിട്ടായിരിക്കും 10Kയുടെ അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ നോഷൻ ഫയൽ കാണിക്കാം. സോ ഈ ആഴ്ച നമുക്ക് ഇതായിരുന്നു നമ്മുടെ പൊസിഷൻസ് എല്ലാം തന്നെ. നമ്മൾ എടുത്ത ട്രേഡ്സ് ഇതൊക്കെയായിരുന്നു ഈ ഒരു ഹോൾ വീക്ക്. ഇത് ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. ഈ ഒരു ദിവസം നമ്മൾ വെനസ്ഡേ നമ്മൾ ആക്ച്വലി ട്രേഡ്സ് ഒന്നും എൻട്രി ചെയ്തില്ല. ഓപ്പർച്യൂണിറ്റി 1-2 മിസ്സായതാണ്, അതുകൊണ്ട് എൻട്രി ചെയ്യാൻ പോയില്ല. വെറുതെ റഷ് ചെയ്ത് പൈസ ഒന്നും കളഞ്ഞുമില്ല. സോ ഹാപ്പി ഓൺ ദാറ്റ്. സോ ഇടയ്ക്ക് ട്രേഡ്സ് ഒക്കെ മിസ്സാവും, പക്ഷേ പൈസ പോയില്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുക, അതാണ് ഏറ്റവും നല്ല ഹാബിറ്റ്. സോ അങ്ങനെ സമാധാനിച്ചു. എൻ്റെ അടുത്ത ദിവസം ട്രേഡ് എടുത്തു. ബട്ട് അതും ട്രേഡ് നമ്മൾ ഹയർ ടൈം ഈ ആഴ്ച മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ലൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം ഫോളോ ചെയ്യാതെ റിവേഴ്സൽസ് അല്ലെങ്കിൽ റീട്രേസ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്ത് നോക്കി. കാരണം ഇപ്പം നല്ല വോളറ്റൈലാണ് മാർക്കറ്റ്. സോ നമുക്ക് റീട്രേസ്മെൻറ്റ് എടുക്കാൻ പോയാൽ പോലും ആക്ച്വലി നല്ല മൂവ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് റീട്രേസ്മെൻറ്റ് എടുക്കാൻ ട്രൈ ചെയ്താണ്. ബട്ട് സംടൈംസ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട്. സോ മൺഡേയിലേക്ക് പോകാം. മൺഡേ ഇത് ആക്ച്വലി ന്യൂയോർക്ക് സെഷനിൽ എടുത്ത ട്രേഡാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ലണ്ടനിലാണ് ഞാനത് മാർക്ക് ചെയ്തേക്കുന്നത്. 9 o'clock ശേഷം എടുത്ത ട്രേഡാണ്. ഇനീഷ്യൽ ഡയറക്ഷൻ ബിയറിഷ് ആയിരുന്നു, കാരണം ഹയർ ടൈം ഫ്രെയിം ബിയറിഷ് ആയിരുന്നു. എന്നിട്ട് ഞാൻ പോയി റീട്രേസ്മെൻറ്റ് ക്യാച്ച് ചെയ്ത് നോക്കി, ഇത് പണി കിട്ടിയതാണ് ആക്ച്വലി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇപ്പോൾ താഴത്തോളം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് പ്രീമിയത്തിൽ വന്നിട്ട് സെൽ ഓഫ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ അതിനകത്ത് എൻട്രി ചെയ്യാൻ ഓർത്തത്. ബട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഡോളർ അവിടെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോളർ ഹയർ ഹൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഓൾസോ സിൽവറും അത്രയും സ്ട്രോങ് ആയിട്ട് അല്ലായിരുന്നു പുഷ് ചെയ്തിരുന്നത്. സോ ഇറ്റ് വാസ് ഓബ്വിയസ് അത് അവിടെ നിന്ന് തിരിഞ്ഞു. ആൻഡ് ഓൾസോ പ്രോപ്പർ ഒരു ചേഞ്ച് അല്ലായിരുന്നു ഇവിടുന്ന് കയറിയത്. അതൊക്കെ ഒരു മിസ്റ്റേക്കാണ്. ഇനിയും കുറേ റിഫൈൻ ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ പ്ലാൻ ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ. സോ ഇതൊക്കെയാണ് റീസണിങ്. These are the reasons. Watch dollar, higher time frame analysis, always higher time frame bias. അതൊക്കെ തെറ്റിക്കുന്നതുകൊണ്ട് പറ്റുന്ന മിസ്റ്റേക്സ് ആണ്, ഓൺ മിസ്റ്റേക്ക് ആണ്. കാൺ ബ്ലെയിം ദ മാർക്കറ്റ് ഫോർ ഇറ്റ്. സോ അതായിരുന്നു മൺഡേ. ട്യൂസ്ഡേ നമുക്ക് ലണ്ടനിൽ ആക്ച്വലി നല്ലൊരു മൂവ് കിട്ടി. നമുക്കൊരു $30 ഒരു മൂവ് ആയിരുന്നു നമുക്ക് ലണ്ടൻ കിട്ടിയത്. ഇവിടെ എല്ലാം തന്നെ എല്ലാ ചെക്ക് ലിസ്റ്റും ഫോളോഡ് ആണ്. 1:2.5 RR ഇതായിരുന്നു ആ ട്രേഡ്. ഇവിടെ ക്ലിയർ ആയിരുന്നു ഈ ഒരു ട്രേഡ് സെറ്റപ്പ്. ആക്ച്വലി ഇതാണ്, ഇത് മേളിലേക്ക് പോയി ഇവിടുത്തെ സെൽ സ്റ്റോപ്പ് എടുത്തു, അവിടുത്തെ സെൽ സ്റ്റോപ്പ് എടുത്തു. എന്നിട്ട് നേരെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, നല്ല സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ പ്രീമിയത്തിനകത്തോട്ട് വരുമ്പോൾ ബൈ ചെയ്യാന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ട് വെച്ചു. അവിടെ നമുക്ക് അവിടെ തന്നെ എൻട്രി കിട്ടി. അത്
ആൻഡ് ഡ്രോ ഡൗൺ കുറവായിരുന്നു, തീർത്ത് കുറവായിരുന്നു ആ ഒരു ട്രേഡിനകത്ത്. സോ താഴെ നമുക്കൊരു ബയസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് തിരിഞ്ഞു കേട്ടോ. നമുക്ക് ഈ ഒരു ലോ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. സോ ലോയിൽ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞു. ഇവിടെ ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. അതിന്ന് ടാപ്പിൻ ചെയ്ത ഉടനെ പ്രൈസ് റിവേഴ്സ് ചെയ്തു. ഇവിടെയും ബിയറിഷ് ബയസ് ആയിരുന്നു ഗൈസ്. ഇടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കുന്നത് എൻ്റെ തൊണ്ട അത്ര ശരിയല്ല, അതുകൊണ്ടാണ്. സോ ബിയർ ദാറ്റ്. ഓക്കെ. സോ ഇവിടുത്തെ ട്രേഡ് വിന്നർ ആവാനുള്ള റീസൺ നമുക്ക് ചേഞ്ച് സ്റ്റേറ്റ് 15 minute പ്രോപ്പറായിട്ട് കിട്ടി. ആൻഡ് നമ്മൾ പ്രീമിയത്തിൽ നിന്നാണ് വിറ്റത്. പ്രീമിയത്തിൽ പ്രൈസ് വരുന്നതിന് വരെ വെയിറ്റ് ചെയ്തു. ആൻഡ് SLM പ്രോപ്പറായിട്ടാണ്, റിസ്കിനനുസരിച്ചുള്ള SL ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. ദാറ്റ്സ് എ റീസൺ ഫോർ ദ വിന്നർ. ആൻഡ് ന്യൂയോർക്ക് സെഷനിലേക്ക് നമ്മൾ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഇപ്പോൾ കണ്ടില്ല. ആൻഡ് ഇത് ഐ റിഗ്രറ്റ് എൻട്രിങ് ഇൻ ടു ദിസ് വൺ. ഇതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു, ബുള്ളിഷ് തന്നെയായിരുന്നു, ഡയറക്ഷനൊക്കെ കറക്റ്റ് ആയിരുന്നു, നമ്മുടെ ഡ്രോ എല്ലാം കറക്റ്റ് ആയിരുന്നു, അതെല്ലാം വന്ന് ഹിറ്റ് ചെയ്തു. പക്ഷേ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് ഷോകമായിരുന്നു. ഞാൻ കയറാൻ തുടങ്ങിയപ്പോൾ അത് ഷോകമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ കയറണ്ട എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഈ PDRS ചില ബിയറിയറെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ബുള്ളിഷ് റെസ്പെക്ട് ചെയ്ത് പോകുന്ന കാണുമ്പോഴത്തേനും ആക്ച്വലി അത് ഓക്കെ ആണെന്ന് തോന്നിയോണ്ട് കയറിയതാണ്. പക്ഷേ അത് ആക്ച്വലി വർക്കൗട്ട് ആയില്ല. അതൊന്നുകൂടെ ഡിപ്പ് ചെയ്തിട്ട് നേരെ കയറിപ്പോയി. ഇറ്റ്സ് ഓക്കെ. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മാർക്കറ്റ് വാസ് അഗ്ലി ആൻഡ് കുഡ് ഹാവ് അവോയ്ഡഡ്. It gave confirmation respecting PDRS but flipped the coin and went to sell side. സോ അത് ഇനിഷ്യലി അങ്ങനെ തോട്ടുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുക. കുറച്ചുകൂടെ കൺഫർമേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ബയസ് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം വേസ്റ്റിംഗ് ക്യാപിറ്റൽ ഈസ് വർത്ത്ലെസ് വെൻ ദർ ഇസ് നോ ക്ലിയർ പിക്ചർ. ഞാൻ അവിടെ കുറച്ച് മോട്ടിവേഷൻ സാധനം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്കുള്ള കേട്ടോ. ബുധനാഴ്ച നമ്മൾ ട്രേഡ് ഒന്നും എടുത്തില്ല. വ്യാഴാഴ്ച നമ്മളൊരു ട്രേഡ് എടുക്കുകയും ഒരു ട്രേഡ് മിസ് ചെയ്യുകയും കൂടെ ചെയ്തു. അവിടെ നമുക്ക് ചേഞ്ച് സ്റ്റേറ്റ് പ്രോപ്പർ അല്ലായിരുന്നു. നല്ല സ്ട്രോങ് ബിയറിഷ് ആയിരുന്നു. ആക്ച്വലി ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കേണ്ടതായിരുന്നു. ഇവിടെ തൊട്ടേ ഞാനിത് വാച്ച് ചെയ്യുന്നതാണ് ഈ പ്രൈസ്. പക്ഷേ ഇവിടെ എൻട്രി എടുക്കാൻ കോൺഫിഡൻസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ താഴോട്ട് എൻട്രി എടുത്തില്ല. പക്ഷേ ആക്ച്വലി ഇവിടെ നിന്ന് എടുക്കുന്നതായിരുന്നു നല്ലത്. ഇവിടെ നിന്ന് എടുത്ത് നമ്മളിവിടെ ക്ലോസ് ചെയ്തേനെ. അത് നല്ല മൂവ് ആയിരുന്നു. ആൻഡ് BRS സെന്റിമെന്റ് ഉണ്ടായിരുന്നിട്ടും പോയി ബുള്ളിഷ് ട്രേഡ് എടുക്കാൻ പോയ രണ്ടാമത്തെ മണ്ടത്തരം ഈ ആഴ്ചത്തെ അതാണ്. ഇതുണ്ടോ, ഹയർ ടൈം ഫ്രെയിം വാസ് ബിയറിഷ് ആൻഡ് വെൻ ഫോർ ലോങ്. അതാണ്. പിന്നെ 15 minute ഫെയർ വാല്യൂ ഗ്യാപ്പ് തൊട്ട് മേളിലുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. സിൽവർ ഡിസ്കൗണ്ടിനകത്തോട്ട് വന്നില്ലായിരുന്നു, അത് ഞാൻ കണ്ടില്ല. കണ്ടില്ലെന്നല്ല, അത് ഞാൻ കണ്ടു, പക്ഷേ ഇഗ്നോർ ചെയ്തു. സോ ഇതൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്സ് വീണ്ടും. കാരണം ഞാൻ കുറച്ച് പൈസ കൂടെ കളഞ്ഞു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇപ്പം ഈ മിസ്റ്റേക്സിനെല്ലാം പഠിച്ചിട്ട് കുറച്ച് റിഫൈൻ ചെയ്യാന്നുള്ളൂ. ആൻഡ് എല്ലാ ഫെയിലിയറിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നോക്കണ്ടേ. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സഡനായിട്ട് നമുക്കിത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. ദർ ആർ സം ഇഷ്യൂസ്. നമ്മളെല്ലാം ഹ്യൂമൻ ആണ്. നമുക്കെപ്പോഴും എന്ന് വെച്ചാൽ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് അറിയാതെ ചെയ്തു പോകും. അത് കൺട്രോൾ ചെയ്യാന്നുള്ളത് നമുക്കിവിടെ ചെയ്യാനുള്ളൂ. എനിവേ അടുത്ത ആഴ്ച കുറച്ചുകൂടെ പ്രിപ്പയർ ആയിട്ട് ചെയ്യണം. ന്യൂയോർക്ക് സെഷനിലകത്തായിരുന്നു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞില്ലേ മിസ് ചെയ്ത ട്രേഡിന്ന്. ഇത് ആക്ച്വലി വർക്കൗട്ട് ആയിരുന്നു, ഞാൻ ഈ ആഴ്ച പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. സോ ഇവിടുത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് വന്നിട്ട് മേളിൽ നിന്ന് ഒരു SMT ഉണ്ടാക്കി, ഇവിടുന്ന് രണ്ടാമതൊരു SMT ഉണ്ടാക്കി, പ്രീവിയസ് ഡേ ഹൈ അല്ല, ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ റേഞ്ചിൻ്റെ ഡിസ്കൗണ്ടിനകത്തായിരുന്നു പ്രൈസ് വരായിരുന്നത്. അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടു ഈ ഒന്നെങ്കിൽ ചേഞ്ച് സ്റ്റേറ്റ് കണ്ടിടത്ത് തന്നെ കയറണമായിരുന്നു. പ്രൈസ് ഇവിടെ 1 minute ഒരു ഈക്വൽ ഹൈസ് ഇട്ടിട്ട് താഴോട്ട് പോയി. സോ അത് തിരിച്ച് വന്നപ്പോഴത്തേനും അത് ട്രിഗർ ചെയ്തിട്ടാണ് പോയത്. സോ ഈക്വൽ ഹൈസ് ഇട്ടിട്ട് താഴോട്ട് പോയപ്പോൾ ഞാൻ ഓർത്താൽ ഇനി കിട്ടത്തില്ലെന്ന് ഓർത്തിട്ട് ഞാൻ ഞാൻ ഇട്ട ലിമിറ്റ് ഓർഡർ ഞാൻ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തു. ആ ഓർഡർ ക്യാൻസൽ ചെയ്യല്ലായിരുന്നു. ആ ഓർഡർ അവിടെ ക്യാൻസൽ ചെയ്യാതെ കിടന്നിരുന്നെങ്കിൽ ആക്ച്വലി അത് ട്രിഗർ ആയേനെ. ബെയർ മിനിമം ഡ്രോ ഡൗൺ, ഒട്ടും ഡ്രോ ഡൗൺ ഇല്ലാതെ ഈ ട്രേഡ് ആക്ച്വലി 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹിറ്റ് ചെയ്തേനെ. ഇത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോഡി വെച്ചിട്ടാണ് ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ട് ചെയ്തത്. ആക്ച്വലി ഈ വിക്ക് തൊട്ട് ഈ ബോഡി വരെ വെച്ചിരുന്നെങ്കിൽ താഴോട്ടുള്ള പ്രൊജക്ഷനും കറക്റ്റായിരുന്നു. 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴോട്ട് വന്നിട്ടാണ് അത് എൻഡ് ആയത്. എനിവേ നമ്മൾ ഈ ബോഡി വെച്ച് നോക്കി അത് കറക്റ്റ്. ഇതൊരു 200 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ല ഹ്യൂജ് റണ്ണായിരുന്നു. 1% എങ്ങാണ്ട് 1 or 2% ഗോൾഡ് താഴത്തേക്ക് റീട്രേസ്മെൻറ്റ് എടുത്തത് ഇവിടെയാണ്. സോ ദിസ് വാസ് ദ മിസ് ദ ട്രേഡ്. ഈ ട്രേഡ് മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ക്ലോസ്ഡ് ഇറ്റ് ഗ്രീൻ ദിസ് വീക്ക്. ബട്ട് സംടൈംസ് തിങ്സ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഈ അടുത്ത പ്രാവശ്യം ഞാൻ കെയർഫുൾ ആയിരിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യത്തുള്ളൂ. കാരണം ഇത് അവിടെ ഈക്വൽ ഹൈസും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഡിസ്കൗണ്ടിനകത്ത് ഒന്നുകൂടെ ടാപ്പിംഗ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 9:30 ഓപ്പൺ ആയതിനു ശേഷമാണ് പ്രൈസ് പുഷ് ചെയ്തത്.
സോ ഐ കുഡ് ഹാവ് വെയിറ്റഡ് വെയിറ്റ് ചെയ്യാഞ്ഞുകൊണ്ട് അത് മിസ്സായി. ആൻഡ് വി ക്ലോസ് ടു ട്രെഡ്. കുഴപ്പമില്ല, റെഡ് ചെറിയൊരു സ്പീഡ് ബമ്പ് പോലെ ഉള്ളൂ, നമ്മളത് ഹിറ്റ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ വലിയ സാരമായ പരിക്കുകളൊന്നുമില്ല. $21 ലോസേ ഉള്ളൂ. അടുത്ത ആഴ്ച മൺഡേ, ആക്ച്വലി ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നുകൊണ്ട് ഞാൻ ഇച്ചിരി കെയർഫുൾ ആയിട്ട് മൺഡേ കയറത്തുള്ളൂ. ന്യൂയോർക്ക് സെഷൻ മാത്രമേ എന്നെ അതിനെ എടുക്കത്തുള്ളൂ. ആൻഡ് അടുത്ത ആഴ്ച നമുക്ക് വലിയ ഹൈ ഇമ്പാക്ട് ന്യൂസസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാം ട്രേഡബിൾ ഡേയ്സ് ആണ്. അങ്ങനെ ഹോളിഡേയ്സും ഒന്നും തന്നെ ഇല്ല. സോ ഐ ബി ട്രേഡിങ് എവറിത്തിങ്. അടുത്ത ആഴ്ച 5K അക്കൗണ്ട്, ആസ് ഐ ടോൾഡ് യു, 5K അക്കൗണ്ട് ആയിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ദ ഹോൾ വീക്ക്ലി അനാലിസിസ് ട്രേഡ് റീക്യാപ്പ്. സോ എല്ലാവർക്കും നാളെയാണ് ഈസ്റ്റർ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ. ആൻഡ് ഓൾസോ അടിപൊളി ഒരു വീക്ക് ഉണ്ടാകട്ടെ. മൺഡേ തൊട്ട് കീപ് ദ ഗ്രൈൻഡ് ഗോയിങ്. ഇൻ കേസ് ലൂസിങ് സ്ട്രീക്കിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇനിയും ഇഷ്ടംപോലെ ട്രേഡ്സ് മുന്നോട്ടുണ്ട്, അത് നല്ല റിക്കവർ ചെയ്യാം. ഹറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, സ്ലോ പേസിൽ പോവുക. സോ വിഷിങ് യു ഓൾ എ ഗുഡ് വീക്ക് അഹെഡ് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ക്ലോസ് ദിസ് മന്ത് ഇൻ പോസിറ്റീവ്. പച്ചയായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റട്ടെ ഈ മാസം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.